ദേഷ്യപ്പെടുന്നവരാണോ നിങ്ങൾ? നിങ്ങൾ സാധാരണ ദേഷ്യം വരുമ്പോൾ എന്താ ചെയ്യുക? ഒന്നുകിൽ മിണ്ടാതിരിക്കും, അതല്ലെങ്കിൽ നല്ലവണ്ണം ചീത്ത പറയും, മുമ്പിൽ വരുന്നവരെ പോകുന്നവരെയൊക്കെ ചീത്ത പറയും. അതും അല്ലെങ്കിൽ എക്സ്ട്രീമെൻ്റ് എന്ന് പറയുന്നത് എന്താ? കയ്യിലുള്ള സാധനങ്ങൾ വലിച്ചെറിയുക, അല്ലെങ്കിൽ മതിലിൽ ചെന്നിടിക്കുക, സാധനങ്ങൾ പൊട്ടിച്ച് കളയുക, അലങ്കോലമൊക്കെ ഇടുക. അങ്ങനെയൊക്കെ ആയിരിക്കും ചിലവർ ദേഷ്യം പ്രകടിപ്പിക്കുന്നത്. ഇതിൽ ദേഷ്യം ഈ അമിതമായ രീതിയിൽ ദേഷ്യം പ്രകടിപ്പിക്കുന്നവർക്കുള്ള പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് തന്നെയാണ് ഏറ്റവും കൂടുതൽ ദോഷവും ഉണ്ടാകുന്നത്. മൗനമായിട്ടിരിക്കുന്നതിന് വലിയ പ്രശ്നമില്ല, കാരണം അവനത് സൈലൻ്റായിട്ട് അത് കൈകാര്യം ചെയ്യുന്ന രീതിയാണ്. പക്ഷേ അമിതമായിട്ട് ദേഷ്യപ്പെടുകയും ഒച്ചെടുക്കുകയും ചെയ്യുന്നവർക്ക് ദോഷം അവർക്ക് തന്നെയാണ്. കാരണം അവർക്ക് ആ സമയത്ത് വേറെ ഒന്നിനെ പറ്റിയും ചിന്തിക്കാനുള്ള ടൈം കിട്ടില്ല, ചിന്തിക്കുന്നത് മുഴുവനും നെഗറ്റീവായിട്ടുള്ള തോട്ട്സുകളായിരിക്കും, മൊത്തം നെഗറ്റീവായിട്ടുള്ള തോട്ട്സുകളായിരിക്കും. അതുപോലെ തന്നെ ചിന്തിച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ടുള്ള സൊല്യൂഷൻ കിട്ടില്ല. ആ സമയത്ത് മുമ്പിൽ വരുന്നവരൊക്കെ നമുക്ക് ദേഷ്യം കൊണ്ട് ചീത്ത വിളിക്കാൻ തോന്നും. നമുക്കൊരു ആത്മനിയന്ത്രണം പോലും കിട്ടില്ല. അങ്ങനെ ആ ഒരു രീതിയിലായിരിക്കും ദേഷ്യം വരുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഏറ്റവും നല്ല രീതി എന്ന് പറയുന്നത് മൗനമായിട്ടിരിക്കുക എന്നുള്ളത് തന്നെയാണ്. നമ്മൾ കുറേ നേരം അങ്ങനെ ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ചിന്തകൾ താഴ്ന്നു തുടങ്ങും. അപ്പോൾ നമ്മൾ എന്തിനാണ് ഈ ദേഷ്യപ്പെട്ടത്, അല്ലെങ്കിൽ അതിൻ്റെ റീസൺ എന്തായിരുന്നു, അത് ഇത്ര ദേഷ്യപ്പെടേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ, അതിനെന്ത് ചെയ്യാൻ പറ്റും, നമ്മളതെങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും എന്നൊക്കെ നമുക്കിങ്ങനെ പതുക്കെ ആലോചിക്കാം. ചിലവർക്ക് മിണ്ടാതിരുന്ന് കഴിഞ്ഞാൽ പറ്റില്ല. അവർക്കതെങ്ങനെയെങ്കിലും അത് പൊട്ടിത്തെറിച്ചത് പ്രകടിപ്പിച്ച് കഴിഞ്ഞാലേ സമാധാനം ഉണ്ടാവുള്ളൂ. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും അവരുടെ ശരീരത്തിന് തന്നെ അത് ദോഷമാണ്. മൊത്തത്തിൽ ഫിസിക്കലി ആണെങ്കിലും മെൻ്റലി ആണെങ്കിലും അത് അവർക്ക് ദോഷം തന്നെ ചെയ്യും. അപ്പോൾ നമ്മൾ ചെയ്യാവുന്ന ഒരു വഴി എന്ന് പറയുന്നത്, നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാളാണ്, ഒരു സുഹൃത്താവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫ്രണ്ടിനോടോ അവരോടിങ്ങനെ സംസാരിക്കുക. നമ്മൾ സാധാരണ രീതിയിൽ സംസാരിക്കുമ്പോൾ നമുക്ക് കുറേ ഒരയവ് കിട്ടും. അതായത് നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ആ സമയത്ത് പെട്ടെന്നൊരു സുഹൃത്തിനെ കിട്ടിയെന്ന് വരില്ല, ആ സമയത്ത് നമുക്ക് ഫോൺ വിളിക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ ഒന്നുമില്ലെങ്കിൽ നമ്മൾ നേരെ കണ്ണാടിയിൽ ചെന്ന് നോക്കി, മുമ്പിൽ നിന്നിട്ട് കണ്ണാടിയിൽ നോക്കി സംസാരിക്കുക. പക്ഷെ കണ്ണാടി എറിഞ്ഞ് പൊട്ടിക്കരുത്, അല്ലെങ്കിൽ കണ്ണാടി ഇടിച്ച് പൊട്ടിക്കരുത്. ചിലപ്പോൾ ആ ദേഷ്യത്തിൽ അതും ചെയ്യും. പക്ഷെ അത് ചെയ്യാതെ നമ്മളെ തന്നെ ഒരു ഫ്രണ്ടായിട്ട് കണ്ട് നമ്മൾ അവരോട് ഇങ്ങനെ കാര്യങ്ങൾ സംസാരിക്കുക. നമ്മളിങ്ങനെ സംസാരിച്ച് തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ദേഷ്യം പൊക്കോളും. അത് നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നല്ലതായിരിക്കും. കാരണം കണ്ണാടിൻ്റെ മുമ്പിൽ ചെല്ലുമ്പോഴത്തേക്കും നമുക്ക് ദേഷ്യം ഉണ്ടെങ്കിലും നമ്മളെ തന്നെ കാണുമ്പോൾ, അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും പറഞ്ഞു തുടങ്ങുമ്പോഴത്തേക്കും ആ ദേഷ്യത്തിൻ്റെ വ്യാപ്തി കുറഞ്ഞു വരും. അപ്പോൾ നമുക്ക് ഒരു റിലാക്സേഷൻ കിട്ടും. ഒരിക്കലും അത് നമ്മൾ ദേഷ്യത്തിനെ അമിതമായിട്ട് അങ്ങോട്ട് ഉള്ളിലേക്ക് എടുത്ത് നമ്മുടെ ശരീരത്തിനെ ദോഷം ചെയ്യാതിരിക്കുക. നമ്മൾ നല്ല രീതിയിൽ നമ്മൾ ആൾക്കാരോട് സംസാരിക്കുക. ഇപ്പോൾ ആ സമയത്ത് ഇപ്പോൾ നമ്മൾ എത്ര ദേഷ്യം പിടിച്ചിരിക്കുന്ന ഒരു സമയത്താണെങ്കിലും പെട്ടെന്നൊരാൾ കയറി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ദേഷ്യം ഒരു സെക്കൻഡ് കൊണ്ട് ഇല്ലാണ്ടായി പോകും. കാരണം നമ്മൾ പുറത്തുനിന്ന് വന്ന ഒരാൾ, നമുക്കൊരു പരിചയമില്ലാത്ത ഒരാളോട് നമ്മൾ ഒരിക്കലും ദേഷ്യം കാണിക്കില്ല. ആ സമയം നമുക്ക് പരിചയമുള്ളവരുടെ അടുത്താണെങ്കിലും ഈ പറഞ്ഞ പോലെ ആ സമയത്ത് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ചിലപ്പോൾ ദേഷ്യം പെട്ടെന്ന് വരാം. പക്ഷേ നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ് കയറി വരണമെങ്കിലും, ഒരു അപരിചിതനാണ് കയറി വരണമെങ്കിലും നമ്മളൊരിക്കലും അവരോട് ദേഷ്യപ്പെടില്ല. അപ്പോൾ നമുക്ക് ഒരു സെക്കൻഡ് കൊണ്ട്, അല്ലെങ്കിൽ ആ കാണുന്ന ആ ഒരു നിമിഷ നേരം കൊണ്ട് നമ്മളുടെ ദേഷ്യം അല്ലെങ്കിൽ നമ്മുടെ വികാരങ്ങളെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, എന്തുകൊണ്ട് നമ്മൾ ഈ ദേഷ്യം വന്നിങ്ങനെ എറിഞ്ഞുടക്കുന്ന സ്വഭാവം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല? അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മളത് ശ്രമിക്കുന്നില്ല. നമ്മൾ വീട്ടിലിരിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മളേതെങ്കിലും ഓഫീസിലിരിക്കുമ്പോഴോ നമ്മൾ ആ ദേഷ്യം വരുമ്പോഴത്തേക്കും ഓൺ ദി സ്പോട്ടിലത് പ്രകടിപ്പിച്ച് നമ്മൾ വല്ലാണ്ട് അങ്ങോട്ട് ആയിപ്പോകുന്നതല്ലാതെ നമ്മളൊരിക്കലും ഇങ്ങനെ ചിന്തിക്കുന്നില്ല. കാരണം നമ്മൾ പറ്റില്ല എന്ന് വിചാരിച്ച കാര്യമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിമിഷം കൊണ്ട് പെട്ടെന്നൊരാൾ കയറി വരുമ്പോഴത്തേക്കും നമുക്ക് സംഭവിക്കുന്നത്. നമുക്ക് അത്രയ്ക്കുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിൽ
എന്തുകൊണ്ട് നമ്മൾ ഇത് വീട്ടിലിരിക്കുമ്പോഴും നമ്മളത് ട്രൈ ചെയ്യുന്നില്ല? അപ്പോൾ നമ്മളത് ട്രൈ ചെയ്യേണ്ടതല്ലേ? അപ്പോൾ നിങ്ങളെല്ലാവരും അതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്ക്. കാരണം ഇങ്ങനെ ഒരു ട്വിസ്റ്റ്, അതായത് ഒരു നിമിഷം കൊണ്ട് പറ്റുന്ന ഒരു കാര്യമേ ഉള്ളൂ, പക്ഷെ നമ്മളത് ചെയ്യാണ്ട് എന്തുകൊണ്ട് നമ്മളതിനെ വലിച്ചു നീട്ടുന്നു? അതിങ്ങനെ ആലോചിക്കുമ്പോൾ തന്നെ നമുക്കത് കൺട്രോൾ ചെയ്യാനുള്ള ഒരു പവർ നമുക്ക് വരും. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കട്ടോ.